അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നുള്ളത് മക്കത്ത് തന്നെയാണ് കേട്ടോ. ഇന്ന് ദുൽഹിജ്ജ് 8 രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഹാജിമാരെ കൊണ്ടുവരാൻ വേണ്ടി ഹോട്ടലിലേക്ക് എല്ലാ വണ്ടികളും വരിയായിട്ട് പോകണം. അപ്പോൾ റോട്ടിൽ നമ്മൾ ഈ ബസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുസ്ദലിഫയിലായിരുന്നു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഏരിയ. ഹാജിമാർക്ക് വേണ്ട ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഉത്തരവ്. അപ്പോൾ അതിനനുസരിച്ച് വണ്ടികളുടെ അവസ്ഥ, വണ്ടികൾ AC വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ പുറത്ത് വിടുന്നത്. ഇതാണ് കേട്ടോ മുസ്ദലിഫയിൽ ഒരു ദിവസം രാ പാർക്ക് ഉണ്ടല്ലോ. ഇവിടെയൊക്കെയാണ് ഈ ഓപ്പൺ സ്പേസിലാണ് കിടന്നുറങ്ങുന്നത്. ഇതിൻ്റെ 2 സൈഡിലും കാണുന്ന സ്ഥലമാണ് മുസ്ദലിഫയിൽ രാ പാർക്കുന്ന സ്ഥലം. അങ്ങേപ്പുറത്ത് കാർപ്പറ്റ് കയറ്റി ചുവപ്പ് അടയാളം കാണുന്നുണ്ട്, അവിടെയാണ് കിടക്കൽ. മേലൊക്കെ നോക്കി ആകാശം കാണാം. പെൻറ്റി എന്ന് പറഞ്ഞ സംവിധാനമില്ല മുസ്ദലിഫയിൽ. ഈ ചുവപ്പ് കാർപ്പറ്റ് ഒന്നായിട്ട് വിരിച്ച് കിട്ടണമെന്നില്ല. അവിടെ പോയിട്ട് കിടന്നുറങ്ങും ഒരു ദിവസം രാത്രി. ഇതൊക്കെ മുസ്ദലിഫുണ്ട്. അപ്പം മിനിയെന്ന് ഇങ്ങനെ നടന്നു വരാൻ മാത്രമേ ഉള്ളൂ. ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മുസ്ദലിഫ കഴിഞ്ഞിട്ടില്ല. നല്ല ചൂടാണ്. വയസ്സായ ഹാജിമാരൊക്കെ എങ്ങനെ സഹിക്കുന്നാവും. ആരോഗ്യമുള്ള സമയത്തും ചെറിയ പ്രായത്തിൽ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ്. Baik, yang ibu-ibu semuanya harus duduk. Yang bapak-bapaknya, saya berharap kalau ada masih ibu-ibu yang berdiri bisa. Bismillahirrahmanirrahim. Nawaitul hajjah wa ahramtu bihi lillahi ta'ala. Aku niat haji dengan berihram karena Allah Ta'ala. Labbaik Allahumma labbaik. Labbaik la syarika laka labbaik. Innal hamda wan ni'mata laka wal mulk la syarika lak. ഹാജിമാരാണ് എത്തിച്ച് ഇവിടെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരപ്പോൾ ഈ മുസ്ദലിഫയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഒരു ഹറമിനെ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ എത്താൻ തന്നെ ഏകദേശം 1 മണിക്കൂർ എടുത്ത്. അവിടുന്ന് അവരെ കയറ്റിയിട്ട് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് എത്താൻ 1 മണിക്കൂർ. ഇതാണ്
കേട്ടോ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആള് ഹാജിമാർക്കുള്ള ടെൻറ്റ്. നമ്മൾ ഈ 2 ബസ്സിൽ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഹാജിമാരെ ഇവർ ടെൻറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി. ഭയങ്കര ചൂടാണ്. Gimana situasinya? ഏകദേശം 3500 ആൾക്കാരുണ്ട് കേട്ടോ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ കുല്ലും ദിനേശസാ. ഇതാണ് മിസ്റ്റർ അബ്ദുള്ള, എൻ്റെ പാർട്ണർ. ഇതിനാണ് എനിക്ക് ഇന്നത്തെ വഴികാട്ടി. അവനുള്ളതുകൊണ്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും പോകാനും പറ്റിയത്. മറ്റേ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നല്ലോണം കറങ്ങി കളിച്ചിരുന്നതാണ്. വീണ്ടും അടുത്ത വണ്ടിയിൽ നിന്ന് ഇന്തോനേഷ്യക്കാർ ഇതുപോലെ ടെൻറ്റിലേക്ക് ഇറങ്ങുകയാണ്. ഭയങ്കര ചൂടാണ്. നേരെ അവരെല്ലാവരും ആ ടെൻറ്റിൽ കയറി കിടന്ന് കണ്ടിട്ട്